ഓക്കെ ഹായ് കൊടുക്കൂ. ഹലോ ഗൈസ്. അതാണ് കുഞ്ഞാവ. അവിടെ വേറൊരാൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ വേറൊരാൾ വണ്ടി ഓടിക്കുന്നു. കുഞ്ഞാവിടെ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞാവേ കുഞ്ഞാക്ക് ആരാ മുടി കെട്ടി തന്നെ? ആരാ പൊട്ട് കെട്ടെന്നെ? അപ്പൊ നമ്മളങ്ങനെ ഇവിടെ എത്തിയില്ലേ? അതെ, സൂപ്പർ മാർക്കറ്റിലെത്തി. സൂപ്പർ മാർക്കറ്റ്. അതെ, യെസ്, മതി. അങ്ങനെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ചെറിയ ചെറിയ സാധനങ്ങൾക്കൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ, ഇന്ന ദിവസം ഇന്ന സെയിലൊക്കെയാണ് നടക്കണം എന്നുള്ളത്. നിങ്ങൾക്കും അങ്ങനെ നോട്ടിഫിക്കേഷൻ വരാറില്ലേ? നിങ്ങൾ സ്ഥിരമായിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളുടെ ഫോൺ നമ്പറിലേക്ക് വാട്സപ്പിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷനൊക്കെ വരാറില്ലേ? അപ്പോൾ അത് ഏറ്റവും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ എല്ലാവർക്കും. കാരണം അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മൾ ഏതൊക്കെ ഷോപ്പിൽ ഏതൊക്കെ വിലക്കുറവുണ്ട്, വില കൂടുതലുണ്ട് എന്ന് അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ നമുക്കതിൽ നടത്താം. ഇവിടെ എല്ലാവർക്കും ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കണേക്കാൾ കൂടുതൽ ഇഷ്ടം ജ്യൂസ് ആയിട്ട് കഴിക്കണതാണ് കേട്ടോ. ശരിക്കും അങ്ങനെ പാടില്ല എന്നൊക്കെ പറയും, കുറച്ചുകൂടെ ഫൈബർ കണ്ടന്റ് ഒക്കെ നന്നായിട്ട് പോകും എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ജ്യൂസ് എങ്കിൽ ജ്യൂസ്. രൂപ തരാനുള്ള പൈസ വയറ് വേണ്ടിട്ടോ ഐസ്ക്രീം കഴിച്ചാൽ പിന്നെ അവിടെ കണ്ട ഐസ്ക്രീം മുഴുവനും കുഞ്ഞാക്കി വേണം വേണം എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടന്ന് വാശി പിടിച്ചു. ഞാൻ കൈ മുറുക്ക പിടിച്ചിട്ടോ, പിടി വിട്ട് കഴിഞ്ഞ് അവിടെ എത്തുന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കൈ മുറുക്ക പിടിച്ചിട്ടോ. അങ്ങനെ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചു കൊടുക്കൽ കുറവാണ് കേട്ടോ. ഐസ്ക്രീം പൊതുവെ വാങ്ങിക്കൽ കുറവാണ്. കാരണം അതിനൊരു അഡിക്ഷൻ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എന്തിനെങ്കിലും കരഞ്ഞാൽ തന്നെ ഐസ്ക്രീമും മിഠായി എന്നൊക്കെ പറഞ്ഞ് കരയില്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതങ്ങനെ വാങ്ങിക്കാറില്ല പൊതുവെ. എപ്പോഴെങ്കിലും നമുക്കിങ്ങനെ വേനൽക്കാലത്തൊക്കെ ഇവിടെ എല്ലാവർക്കും ഒരുമിച്ചൊക്കെ വാങ്ങുന്ന സമയത്ത് മാത്രമേ ഐസ്ക്രീം വാങ്ങിക്കുള്ളൂ. ട്രോളി തള്ളാൻ വേണ്ടി കൊണ്ടുവന്ന ഒരാളാണ്. പിന്നെ ഞാൻ വെറുതെ കുട്ടൂനങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ലീവ്സ് ഇല്ലേ, നമ്മൾ മല്ലിയിലയും പുതിനയിലൊക്കെ കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇപ്പുറത്തെ ട്രോളിയിൽ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ 3 ട്രോളി പിടിച്ചിട്ടാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്. പോയാ മതി, സ്ഥലമില്ല. അണ്ടർഗ്രൗണ്ട് ഉണ്ടാവും. അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്നോ? അണ്ടർഗ്രൗണ്ട് ഒന്നും ഇല്ല ഇവിടെ. ഉണ്ട്. ഇത് പിന്നെന്താ താഴെ അണ്ടർഗ്രൗണ്ട് അല്ലേ? എന്തെങ്കിലും ഇങ്ങനെ പറയുന്നേ അറിയാതെ. മിഠായി കഴിച്ചോ? ഇല്ലേ, 2 കഴിച്ചു. ആ, പിന്നെന്താ കഴിച്ചിട്ടില്ല പറയണേ? ഞാൻ കഴിച്ചു അല്ലേ?
ബിസ്ക്കറ്റോ? ഓ ഇഷ്ടായി. അപ്പം നമുക്ക് കുറച്ച് പാലെടുക്കാണ്ട്. ആ പാലല്ല, ഒന്നല്ല രണ്ടെണ്ണം. എങ്ങനെ ഉണ്ടമ്മേ? വാങ്ങണോ? ഇതിന് എത്ര പറഞ്ഞ റേറ്റ്? 695 അതിൽ കണ്ട്. വാങ്ങണോ? കിട്ടൂല ഈ സാധനം. ആ ഏതെടുത്താലും 49 രൂപ എന്ന് പറഞ്ഞ് കേട്ട് പോയതാണ് സത്യത്തിൽ നമ്മൾ. പക്ഷേ ചില അത്രയും സെലക്റ്റഡ് ഐറ്റംസിന് മാത്രമേ 49 രൂപയുള്ളൂ കേട്ടോ. പക്ഷേ അതിൽ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നി. പക്ഷേ അതൊന്നും നമ്മുടെ പെരിന്തൽമണ്ണയുള്ള കല്യാൺ സൂപ്പർ മാർക്കറ്റിൽ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചിലതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ജോക്കറിൻ്റെ ഭരണി എല്ലാവരും ചോദിച്ചു എവിടുന്നാണ് വാങ്ങിച്ചതെന്ന്. ഈ കല്യാണം എന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ലാസ്റ്റ് ഈ ഒരു പീസും കൂടി ഉണ്ട് അവിടെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിച്ചോളൂ കേട്ടോ. കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ കുഞ്ഞാവേനെ തീരെ കാണാല്ലേ. എവിടെ ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. വേണ്ടല്ലേ കുഞ്ഞാക്കിപ്പോ? ഇതില് 49. സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായി എത്തുകയാണല്ലേ അമ്മ? അതെ, നമ്മളെ വണ്ടി ഇങ്ങടെ ഇടാൻ പറ്റാത്തോണ്ട് അതെ. നാളെ എനിക്ക് സർപ്രൈസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പിക്കും മാളൂനും കുഞ്ഞാക്കും. മഹേഷ് അവിടെ തന്നെ വരുമ്പോ മിച്ചർ മിഠായി കഴിച്ചിട്ടാ വരണേ. അതെ. നിക്ക് ഇക്കല്ലേ പിന്നെ അതൊന്നും പൊട്ടി എന്താക്കി തന്ന കഷ്ണം നോക്കും നിങ്ങളെല്ലാരും. അതിനിടയിൽ നാളെ തിരുവാതിരയ്ക്ക് വേണ്ടി ഇടിച്ചക്ക വാങ്ങിക്കാൻ കയറിയ സമയത്ത് ഞാനും കുട്ടും ഒരു മസാല ബോണ്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉച്ചക്കത്തെ വിശപ്പൊക്കെ പോയി. ബായ്. ഞങ്ങൾ മാത്രം ചോറുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും ചോറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ബായ്.